കേക്ക് ഉണ്ടാക്കാം. പാൻ കേക്കിന്റെ ഉള്ളില് ക്രീമും മാംഗോയും കൂടി കൂട്ടി കഴിച്ച് അടിപൊളിന് കോരൻ മാംഗോ പാൻ കേക്ക് എന്ന് പറയും. അപ്പൊ മിക്സിയിലെ ജാറിലേക്ക് 2 മുട്ട, 1 ടേബിൾ സ്പൂൺ ഷുഗർ, 1/4 ടീസ്പൂൺ ഉപ്പ്, 2 കപ്പ് പാല്, 1 ടീസ്പൂൺ വാനില എസൻസ്, 1 കപ്പ് മൈദ, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഒരു മഞ്ഞ കളർ കിട്ടാനാണ് കേട്ടാ, നിങ്ങൾ കളർ വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഇനി നന്നായി മിക്സിയിൽ അരച്ച് ഇതുപോലെ നല്ല ലൂസ് ആവാനും പാടില്ല, അങ്ങനെ നല്ല കട്ടിയാവാനും പാടില്ല. ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈ പാനിൽ ഓയിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരേ ഒരു തവി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമില് നമുക്കിത് വേവിച്ചെടുക്കണം. വെന്ത് കഴിയുമ്പോൾ തന്നെ അത് തന്നെ വിട്ടുപോരും. കണ്ടില്ലേ, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കുമ്പോൾ നമുക്ക് തന്നെ പോരുന്നത് മനസ്സിലാവും. ഇങ്ങനെ നമ്മൾ ഓരോ പാൻ കേക്കായിട്ട് തയ്യാറാക്കി എടുക്കുക, ഒരു സ്ഥലത്ത് മാറ്റി വെക്കുക. അത് ചൂടാറട്ടെ. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം എടുക്കാം. ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് നന്നായി ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആയിട്ട് വരാം. അപ്പൊ നമ്മുടെ വിപ്പിംഗ് ക്രീം, മാങ്ങ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കേക്ക് പാന്റെ ഇത്. ഇനി നമ്മള് ഉണ്ടാക്കി വെക്കുന്ന പാനിലെ ദോശ പോലെ വെച്ചിരിക്കുന്നതില്ലേ, അതിൽ ക്രീം തേച്ച് കുറച്ച് മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് വീണ്ടും അതിന്റെ മേലയില് നമ്മൾ വിപ്പിംഗ് ക്രീം തേച്ച് നമ്മൾ ഫോൾഡർ ചെയ്യാണ്. ഇതുപോലെ നമ്മൾ ആദ്യം ഇവിടെ നിന്ന് മടക്കി, സൈഡിൽ നിന്ന് മടക്കി, പിന്നെ നമ്മൾ ഫുള്ളായിട്ട് ക്രീം പുറത്ത് കാണാത്ത രീതിയിൽ ഫോൾഡ് ചെയ്ത് വെക്കണം. ഓക്കെ, നല്ല ടൈറ്റിൽ ഫോൾഡ് ചെയ്ത് വെക്കാം. അപ്പൊ ഇനി ഇത് ഇങ്ങനെ തിന്നാനും നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ കുറച്ച് അരമണിക്കൂർ നമുക്ക് ഇതൊരു ഫ്രീസറിൽ വെച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പൊ അരമണിക്കൂറിന് ശേഷം കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കാണാം. ഞാൻ അരമണിക്കൂർ ഫ്രീസറിന് എത്തുമ്പോൾ ഭയങ്കരമായിട്ട് തണവുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കട്ട് ചെയ്തത്. കാരണം പല്ലൊക്കെ ഒരുമാതിരി ആയിരുന്നു. ഫ്രീസറിൽ നിന്ന് എടുത്ത് പക്ഷെ ഇതുപോലെയാണ് ആവുക. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ ഈ ക്രീമൊക്കെ നല്ല ലൂസായി കഴിക്കാൻ പറ്റുന്ന രീതിയിലാവും. അപ്പൊ നമ്മുടെ കോരൻ സ്പെഷ്യൽ മാംഗോ പാൻ കേക്ക് തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാ, ഒരു വെറൈറ്റിയാണ്. മാംഗോ കയ്യിലിരുന്ന ഇങ്ങനെ ഉണ്ടാക്കുക. നമ്മളെല്ലാവരും സിമ്പിളായിട്ട് പാൻ കേക്ക് ഉണ്ടാക്കൂല്ലേ, അപ്പൊ ഇതുപോലെ ഒരു വെറൈറ്റി ഉണ്ടാക്കിയാലോ. അപ്പൊ എല്ലാവരും ആദിലക്ഷ്മി കിച്ചൺ വീട് കാണാം.